ഇന്നലെ ദൗർഭാഗ്യകരമായ ഒരു പരാമർശം KPCC പ്രസിഡന്റ് വായിൽ നിന്നുണ്ടായി. അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു 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 എന്താ പറയുക, ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പോലെ ഒരു പ്രയാഗമാണ് ഈ ആണും പെണ്ണും എന്നുള്ള. അദ്ദേഹത്തിന് 2 ജെൻഡറുകളെ പറ്റിയേ അറിയുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ പറയുന്നുമുള്ളൂ. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ പറ്റി അറിയാൻ ഒരുപക്ഷെ പരാജയപ്പെടുന്ന ഒരാളാണ് KPCC അധ്യക്ഷനായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രോക്സി KPCC പ്രസിഡന്റ് ആയിട്ട് കൂടി പ്രതിപക്ഷ നേതാവിന് പെർഫോം ചെയ്യേണ്ടി വരുന്നതും. അപ്പോൾ ആ പാർട്ടിക്കകത്ത് ഏതൊരു വിഷയത്തിലും 4ഓ 5ഓ അഭിപ്രായമുണ്ട്. അത് 2026 ജനങ്ങൾ ജയിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന 71 മണ്ഡലങ്ങളുടെ കാര്യത്തിലും കൃത്യമായിട്ടുണ്ട്. ഇപ്പോഴും പ്രതീക്ഷ മുഴുവൻ LDFനെ മടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ ജനങ്ങൾക്ക് LDFനോട് മടുപ്പില്ല എന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രാഹുൽ ഗാന്ധിയോട് പോലും 1 ലക്ഷം പേർക്ക് കേരളത്തിലെ കോൺഗ്രസിലെ കയ്യിലിരിപ്പ് കൊണ്ട് മടുപ്പുണ്ടായി എന്നും വയനാട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയോട് മടുപ്പുളവാക്കാൻ പറ്റുന്ന വിധം പ്രവർത്തനക്ഷമമായ ഒരു കേരളത്തിലെ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ മാനേജ്മെന്റിലെ, ഇലക്ഷൻ ആർട്ടിലെ ആചാര്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആള്. ഇവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇനി ആ വിഷയത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ മത്സരം എത്ര ഭൂരിപക്ഷത്തിന് LDF ജയിക്കും എന്നുള്ളതിന് വേണ്ടി മാത്രമുള്ളതാണ്. 2ാം സ്ഥാനത്തിന് മത്സരം നടക്കുന്നുണ്ട്. അത് UDFും BJPയും തമ്മിലാണ്. അതിവിടെ മറുപടി പറഞ്ഞിരുന്നു, ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു. തെളിവുകൾ കിട്ടിയ 10ഓളം കേസുകൾ വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന്. ഇരട്ട വോട്ടുകൾ മലമ്പുഴയിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് കൂടുതലായിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയുന്ന പക്ഷം കാര്യകാരണ സഹിതം, തെളിവുകൾ സഹിതം നമ്മൾ ജനങ്ങളെയും നിങ്ങളെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷണറെയും ബോധിപ്പിക്കും. 2700 വോട്ടുകളുടെ കാര്യമാണ് ഇപ്പം പുതിയ ആരോപണമായിട്ടുള്ളത്. അത് വീട്ടിന്റെ നമ്പർ പോലും ഇല്ല, വീടിന്റെ പേരോ അഡ്രസ്സോ പോലും ഇല്ലാതെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നതാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി? അത് പാർട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് പരാതികളുമായി മുന്നോട്ട് പോകാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അത് സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ സ്ഥാനാർത്ഥി നിർബന്ധമായും ചെയ്യും. ഇതിന്റെ ഓരോ സംഭവ വികാസങ്ങളും എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിലൊരു വ്യക്തത വന്ന് സ്ഥാനാർത്ഥിയാണ് ഈ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് എന്ന്. കാരണം സ്ഥാനാർത്ഥിക്കൊരു ഇലക്ഷൻ മാനേജ്മെന്റ് സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെയാണല്ലോ കാൻഡിഡേറ്റിന്റെ ഏജന്റ് എന്ന് പറയുന്നത്, കാൻഡിഡേറ്റിന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. അവരാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. കാൻഡിഡേറ്റ് പ്രചരണത്തിന്റെയും ജനങ്ങളുടെ ഇടയിലും നിൽക്കേണ്ട ഒരാളാണ്. അല്ലാതെ ഡീൽ ഉറപ്പിക്കാൻ ഹോട്ടൽ മുറികളിൽ രാത്രി പോയി ചർച്ചയ്ക്കിരിക്കേണ്ട ആളല്ല എന്ന് വളരെ ബോധ്യമുള്ള ഒരു കാൻഡിഡേറ്റാണ് ഞാൻ. ജനങ്ങൾക്കിടയിലാണ് ഏത് പാതിരാത്രിയിലും ഒരു കാൻഡിഡേറ്റ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയത്തെ അല്ലാത്ത കാൻഡിഡേറ്റുകളെ എക്സ്പോസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ വിവാദമൊക്കെ സഹായിച്ചിട്ടുണ്ടാകാം. നമുക്കതിന്റെ വസ്തുതകൾ അറിയില്ലല്ലോ, പരിശോധിക്കണ്ടേ എങ്ങനെയാണ് എന്നുള്ളത്. BJP ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് താഴെത്തട്ടിൽ. അത് എങ്ങനെയാണ്? ഓക്കെ, വിഷയം പറയാതെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവാതെ പോയത്. നോക്കൂ, പോളറൈസേഷൻ എപ്പോഴും BJPയുടെ ഒരു അജണ്ടയാണ്. ധ്രുവീകരണ രാഷ്ട്രീയം പറഞ്ഞല്ലാതെ ഒരു വോട്ട് പോലും പോസിറ്റീവ് രാഷ്ട്രീയം പറഞ്ഞ് സമാഹരിക്കാൻ അവർക്കറിയില്ല. പാലക്കാട് തേടുന്നത് പോസിറ്റീവായ പരിഹാരങ്ങളാണ്. ഇവിടെ ഒരു വിഭാഗം മാത്രം ജീവിക്കേണ്ട നാടല്ലല്ലോ. എല്ലാ വിഭാഗങ്ങൾക്കും സമമായ ഭാവനയും സമമായിട്ടുള്ള പരിഗണനയും ലഭിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ CPMന്റെയും LDF എന്നുള്ള മുന്നണിയും ഒക്കെ ഉത്തരവാദിത്തം. അതിൽ പരാജയപ്പെടുന്ന BJPയെ പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ ഉയർത്തുന്ന വിഷയങ്ങളെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ 3-4 ആഴ്ചയായി എല്ലാ പ്രദേശങ്ങളിലും എത്താൻ ശ്രമിക്കുന്ന ഒരാളെന്ന രീതിയിൽ മടുത്തിരിക്കുകയാണ് എന്നും അതൊരു പരസ്യമായ അഭിപ്രായ പ്രകടനത്തിലേക്ക് ആരും കടന്നിട്ടില്ല. ഈ പറയുന്ന സോകോൾഡ് പോക്കറ്റുകളിൽ നിന്ന് കൺസോളിഡേഷൻ ഉണ്ടാകുമെന്ന് BJP വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ അയ്യോ കഷ്ടം എന്നാണ് ഈ ക്യാമ്പയിനുകളുമായി എത്തുന്നവരിൽ പകുതി പേർ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നത്. കുറച്ച് പേർ വളരെ വളരെ വോക്കലായിട്ട് ആഹാ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് അതിനോടൊപ്പം പിടിക്കുന്നവരുണ്ടാകാം. ആ എണ്ണം കുറഞ്ഞാണ് വരുന്നത്, കൂടുതലായല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയുന്നു, BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 1,00,000 വോട്ട്, 2021 കിട്ടിയ 1,00,000 വോട്ടിന്റെ 25% വോട്ട് കുറച്ച് അവർ കണ്ടാൽ മതി എന്ന് വെച്ചാൽ ആ സംഖ്യ നിങ്ങൾക്ക് ഊഹിച്ചെഴുതാം. കഴിഞ്ഞ വർഷം കിട്ടിയ 50,000 വോട്ടിന് മുകളിലുള്ള 1,00,000 വോട്ടിന്റെ
25% വോട്ട് നഷ്ടപ്പെടാൻ പോകുന്ന മുന്നണിയാണ് NDA. ഒരു തർക്കവുമില്ലാതെ പറയുന്നു. എന്താണ് NDAയുടെ സ്ഥാനം എന്ന് പാലക്കാടുകാർ വളരെ കൃത്യമായി ഇത്തവണ കാണിച്ചു കൊടുക്കും. ആ 25% പാലക്കാടിന്റെ രാഷ്ട്രീയം പറയുന്ന, പാലക്കാടിന് വേണ്ടി ചെയ്യും എന്ന് ഉറപ്പ് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജനങ്ങൾ അറിഞ്ഞു നൽകുമെന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പൊളിറ്റിക്കൽ വോട്ടുകൾ BJPക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കാണ്. 35,000-നും 37,000-നും അപ്പുറം ഒരു വോട്ട് പോലും കൂടുതലായി ആ പൊളിറ്റിക്കൽ വോട്ടിന് കിട്ടണമെങ്കിൽ അവർക്ക് ധ്രുവീകരണ രാഷ്ട്രീയം പറയണം. ആ വോട്ട് കിട്ടണമെങ്കിൽ പോലും ധ്രുവീകരണ രാഷ്ട്രീയം പറയാതെ അവർക്കത് സാധിക്കില്ല. അതിൽ വിജയിക്കാൻ വേണ്ടിയാണ്, ആ വോട്ടെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ പോലും പറയുന്നത്. ഇല്ലെങ്കിൽ 2016 കിട്ടിയ വോട്ട് പോലും, എണ്ണമാണ് ഞാൻ പറഞ്ഞത്, ശതമാനമല്ല, 2016 കിട്ടിയ എണ്ണം പോലും BJPക്ക് 2024 കിട്ടില്ല. 2011-നും 2016-നും ഇടയ്ക്ക് BJPയുടെ സ്ഥാനം എന്തായിരുന്നോ ആ സ്ഥാനത്തേക്ക്, അവർ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് BJPയെ ജനങ്ങൾ കൊണ്ടുചെന്ന് ഇരുത്തും.